Okay, welcome back to another session of Hindu Daily News Analysis. So, 22nd August 2024 ഹിന്ദുവിലെ ഫ്രണ്ട് പേജിലെ ഫസ്റ്റ് ആർട്ടിക്കിൾസിലേക്ക് നോക്കാം. സെന്റർ പ്ലാൻസ് ടു ടേക്ക് കാസ്റ്റ് കൗണ്ട് ഡ്യൂറിങ് സെൻസസ്. അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു 10 വർഷം കഴിയുന്ന സമയത്താണ് സെൻസസ് നടക്കാറുള്ളത്. 2011 ലാസ്റ്റ് സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2021 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സെൻസസ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല ഡ്യൂ ടു COVID-19. ഓക്കെ, അതിനുശേഷം ഇപ്പൊ 2021 സെൻസസിന്റെ അകത്ത് ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള NDA ഗവൺമെന്റ് ആയിരുന്നു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാസ്റ്റ് സെൻസസ് ആയിരുന്നു. അപ്പൊ കാസ്റ്റ് സെൻസസ് മീൻസ് ഡിഫറെന്റ് കാസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് സെൻസസ് എടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാസ്റ്റ് സെൻസസ് ഇവിടെ ആവശ്യമായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് സെന്റർ കാസ്റ്റ് സെൻസസ് എടുക്കാൻ പോവുകയാണ്. കാരണം എന്നിരുന്നാൽ മാത്രമാണ് ഓരോ കാസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകളുടെ ഐഡിയാസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? ഈ ഒരു ന്യൂസ് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ SC/ST കാറ്റഗറൈസേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതുമായിട്ട് ജസ്റ്റ് കറക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ OBC കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒന്ന് ലിങ്ക് ചെയ്യാം. ഒരു കാര്യം ആലോചിക്കുക, കാസ്റ്റ് സെൻസസ് നമ്മൾ എടുക്കാറുണ്ട്. SC/ST കാറ്റഗറിയിലുള്ള കാസ്റ്റ് സെൻസസ് എപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. OBCന്റെ അകത്തുള്ള സബ് കാസ്റ്റ് കാറ്റഗറൈസേഷൻസ് ആണ് നമ്മൾ കാസ്റ്റിൽ എടുക്കാറുള്ളത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതും കൂടി സബ് കാസ്റ്റിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം SC/ST കാറ്റഗറിക്ക് സെൻസസ് എന്തായാലും അവരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതുമാത്രമല്ല ആർട്ടിക്കിൾസ് നോക്കാനുള്ളത് എന്താണ് കാസ്റ്റ് സെൻസസ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ന്യൂസിന്റെ അകത്ത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഓഫ് ഇ-കൊമേഴ്സ് എ മാറ്റർ ഓഫ് കൺസേൺ. അപ്പൊ എന്താണ് ഇ-കൊമേഴ്സ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ പോലെയുള്ള സെക്ടേഴ്സിന്റെ അകത്തുള്ള ഗ്രോത്ത് ഒരു മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിഡേറ്ററി പ്രൈസിംഗ് പോളിസി എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് എക്കണോമിയിൽ നിന്ന് ചോദിക്കുന്നത് പ്രിഡേറ്ററി പ്രൈസിംഗ് പോളിസി എന്താണ്? പ്രിഡേറ്ററി പ്രൈസിംഗ് പോളിസി എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇ-കൊമേഴ്സ് സെക്ടേഴ്സ് ആയ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആളുകൾ ഈ എന്താണ് ഇ-കൊമേഴ്സ് ജയന്റുകൾ എന്നറിയപ്പെടുന്നവര് ഒരു പ്രിഡേറ്ററി പ്രൈസിംഗ് പോളിസീസ് വെക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് അവർ ആദ്യം തന്നെ എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം മോണോപ്പൊളൈസ് ചെയ്യും. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സിനെയും അവർ മോണോപ്പൊളൈസ് ചെയ്തിട്ട് കൂടുതൽ ആളുകളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും. നമുക്കറിയില്ല ബില്യൺ സെയിൽസ് ഓഫർ എന്നൊക്കെ പറഞ്ഞ പല ഓഫേഴ്സുകളും വരുന്നത്. സോ അതിലൂടെ റീറ്റെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ലഭിക്കില്ല? കച്ചവടം അവർക്ക് ലഭിക്കാറില്ല. സോ അതിനുശേഷം അവരുടെ മോണോപ്പൊളി തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൈസിങ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് ഇ-കൊമേഴ്സ് എ മാറ്റർ ഓഫ് കൺസേൺ. അപ്പൊ എന്താണ് കാരണം? ഡൊമസ്റ്റിക് റീറ്റെയിലേഴ്സിന്റെ സസ്റ്റൈനബിലിറ്റി അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പം മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് ഗ്രോത്ത് ഓഫ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിന്റെ ഗ്രോത്ത് ഡൊമസ്റ്റിക് എക്കണോമിയെ നമ്മൾ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് പ്രിഡേറ്ററി പ്രൈസിംഗ് പോളിസി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല്, അത് മാത്രമാണ് അറിയാനുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ന്യൂസ് പേജ്. ഇവിടെ മറ്റൊരു ന്യൂസ് ഉണ്ട്. നിങ്ങൾ UPSC ആസ്പിറൻസ് ആയതുകൊണ്ട് ഈ ഒരു ന്യൂസ് ഒന്ന് വായിച്ചേക്കാം. പൂജ കേത്കാറിന്റെ ഒരു ന്യൂസ് ആണ്. അപ്പം UPSC തന്നെ പൂജ കേത്കാർ ഫ്രോഡ് എഫക്ട് ചാൻസസ് ഓഫ് അതർ ആസ്പിറൻസ് UPSC ടെൽസ് ടു ഡൽഹി ഹൈക്കോർട്ട്. അപ്പൊ അതൊരു കൺസേൺ ആണ്. ഇത്തരത്തിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടത്തുന്ന സമയത്ത് മറ്റ് ആസ്പിറൻസിനെയും ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പൊ നമുക്കത് ഇൻഫോർമേറ്റീവ് ആയിട്ട് എടുക്കാം. സിവിൽ സർവീസ് ആസ്പിറൻസ് ആണല്ലോ. UPSC പെർസ്പെക്റ്റീവ് ഒന്നും നമുക്ക് അതിനകത്തുനിന്ന് അറിയാനില്ല. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കൽ നമുക്കറിയാം. റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ പോളണ്ട് ആൻഡ് ഉക്രൈൻ വിസിറ്റ്. അപ്പം ഈ പോളണ്ട് ആൻഡ് ഉക്രൈൻ, പോളണ്ടിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പോളണ്ടും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. ദെൻ ഉക്രൈൻ വിസിറ്റ്. അപ്പൊ നമുക്കറിയാം റഷ്യ ഇന്ത്യ തമ്മിലുള്ള റിലേഷൻ. റഷ്യ ഉക്രൈനായിരുന്നു വാർ ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടില്ല ഈ ആർട്ടിക്കിൾസിൽ, ഈ രണ്ട് ആർട്ടിക്കിൾസിലും പറയുന്നത്. പോളണ്ടും അതുപോലെ തന്നെ ഉക്രൈനിലായിട്ടുള്ള പ്രൈം മിനിസ്റ്ററിന്റെ റീസെന്റ് ആയിട്ടുള്ള വിസിറ്റ്. ഇതിൽ ഉക്രൈനിലേക്കുള്ള യാത്ര പലപ്പോഴും റഷ്യയും നമ്മളും തമ്മിലുള്ള റിലേഷൻസിനെ ബാധിക്കും. സോ അതുപോലെ തന്നെ പോളണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. രണ്ട് വിസിറ്റ് ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ഇന്ത്യ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് റിലേഷൻ പോകുന്നത്, ഇന്ത്യയുടെ നോൺ അലൈൻമെന്റ് സ്റ്റാൻഡ് എന്താണെന്നുള്ളതാണ്. കാരണം റഷ്യ പലപ്പോഴും നമ്മൾ സഹായിക്കുന്നതാണ്, റഷ്യയിൽ നിന്നാണ് കൂടുതൽ ഇമ്പോർട്ട് വരുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഉക്രൈനിലേക്കും ഒരു റീസെന്റ് ആയിട്ടുള്ള വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള അടുത്ത ആർട്ടിക്കിളാണ് രാജ്നാഥ് ഗോ ടു US ആസ് മെഗാ ഡിഫൻസ് ഡീൽസ് നിയർ ക്ലോഷർ.
അപ്പം നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടത്താൻ പോവുകയാണ് ഇവിടെ US പോയിട്ട്. ഓക്കെ, ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടത്താൻ പോവാണ്. അപ്പം ഈ ഹൈ ലെവൽ മീറ്റിംഗിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ US നിന്ന് നമുക്ക് ഇവിടെ പ്രിലിംസ് പോയിന്റ് ഒരു കാര്യം ഒന്ന് ഓർത്തിരുന്നോളും. F404 engines for the indigenous light combat aircraft Mk1A. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ആണ്, ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് ആണ് Mk1A. അപ്പം അതിനാവശ്യമായിട്ടുള്ള എൻജിൻസുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് US നിന്നാണ്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഉക്രൈൻ അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെ പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വൺ സെക്കൻഡ്. ഓക്കെ, സോ അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഉക്രൈൻ വിസിറ്റും അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെ US ചെറിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് പ്രൈം മിനിസ്റ്ററിന്റെ റഷ്യ വിസിറ്റ്, ഓക്കെ, അതുപോലെ തന്നെ പന്നൂൻ എപ്പിസോഡ്. അപ്പൊ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ US റിലേഷൻസ്, അപ്പൊ അത് വീണ്ടും ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടും US കൗണ്ടർ പാർട്ടും തമ്മിലുള്ള ഡിസ്കഷൻസ് നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ദളിത് ട്രൈബൽ ഓർഗനൈസേഷൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് SC സബ് ക്വാട്ട ഡിസിഷൻസ്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസ് നമ്മുടെ സബ് ക്വാട്ട ഡിസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ SC/ST കാറ്റഗറിയിൽ ഇതിൽ ഒരേ ഒരു കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. SC/ST കാറ്റഗറീൻ്റെ അകത്ത് ഈ സബ് ക്വാട്ട അനുവദിക്കുന്നത് നിങ്ങളുടെ എക്കണോമിക് ബേസിലായിരിക്കും നിങ്ങൾ സബ് ക്വാട്ട അനുവദിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതിന് മുന്നേ SC/ST കാറ്റഗറിയുടെ കറക്റ്റ് കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് SC/ST കാറ്റഗറിയുടെ അവസ്ഥ എന്ന് മനസ്സിലാവും. അപ്പൊ അത് മാത്രമാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സബ് ക്വാട്ട സിസ്റ്റം കൊണ്ടുവരുന്നത് SC കാറ്റഗറിന്റെ അകത്ത് തന്നെ ഒരുപാട് എക്കണോമിക്കലി ഹൈ എൻഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ SC/ST കാറ്റഗറികൾ എല്ലാവരും പാവപ്പെട്ട ആളുകളാണെന്നുള്ള ലെവലിലാണ് ഈ ഒരു കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം ഈ ഒരു SC/ST കാറ്റഗറൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ കോർട്ടിലേക്കാണ് ഇവർ മാർച്ച് നടത്തിയിട്ടുള്ളത്, സുപ്രീം കോർട്ടിലേക്ക്. ഓക്കെ, സുപ്രീം കോർട്ടായിരുന്നു August 1 ഈ ഒരു ഡിസിഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ചില ആർട്ടിക്കിൾസിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നീട് വൈ isn't CCI സ്ക്രൂട്ടനൈസിംഗ് അദാനി ഗ്രൂപ്പ് ആസ് കോൺഗ്രസ്. ഇതിൽ നമുക്ക് ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ നോക്കാനുള്ളൂ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. ദെൻ മറ്റൊരു ആർട്ടിക്കിൾ ആണ് 16 MPs and 135 MLAs have declared case related to crime against women. ഇതൊരു മെയിൻസ് പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇവൻ തോ നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിൽ തന്നെ ഈ വുമൻസിനെതിരെ ക്രൈംസ് നടത്തിയിട്ടുള്ള ഒരുപാട് ക്രിമിനൽസുകൾ MP മാരായിട്ടും MLA മാരായിട്ടൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഹൈ റേറ്റിൽ ഇരിക്കുന്നത് നിലവിലുള്ള ഗവൺമെന്റിന്റെ MP മാർ MLA മാരാണ്. അതിനുശേഷം പിന്നീട് ഇവിടുന്ന് ലാസ്റ്റ് ഭരിച്ചിരിക്കുന്ന UPA ഗവൺമെന്റിനെയാണ്. ഇതിൽ ഇവൻ തോ സെക്ഷൻ 376 വരെ ലഭിച്ചിരിക്കുന്ന പല MP മാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സെക്ഷൻ 376 എന്ന് പറഞ്ഞിട്ടുള്ളത് ഏകദേശം സെന്റൻസ് ഓഫ് 10 years ആൻഡ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ഓഫ് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. അപ്പൊ അതുപോലും ലഭിച്ചിരിക്കുന്ന MP മാർ MLA മാരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും അറിയാം, കൊൽക്കത്ത ഇഷ്യൂസ് വന്ന സമയത്താണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. എന്തോ ഗവൺമെന്റ് മെക്കാനിസത്തിൽ തന്നെ ഇത്രത്തോളം ക്രൈംസ്, വുമൻസിനെതിരെയുള്ള ക്രൈംസ് നടത്തുന്ന ആളുകളുണ്ട് എന്നാണ് ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം. ഗവൺമെന്റോ കാര്യങ്ങളൊന്നും ഒരിക്കലും മെൻഷൻ ചെയ്യരുത്. ജസ്റ്റ് ഗവൺമെന്റ് മെക്കാനിസത്തിൽ തന്നെയുള്ള വുമൻസിനെതിരെയുള്ള ക്രൈം നടത്തിയിരിക്കുന്ന ആളുകൾ ഭരിക്കുന്ന കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് മെയിൻസിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, അതിനുള്ളൊരു എന്താണ് ലൂപ്പ് ഹോളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നൽകാൻ പാടില്ല. കാരണം ഗവൺമെന്റിനെ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പാടില്ല. ദെൻ SC to decide if LME ലൈസൻസ് ഇൻക്ലൂഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് അറൌണ്ട് 7500 കിലോഗ്രാം വരെയുള്ള, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന്റെ നമുക്കറിയില്ല നോർമലി കിട്ടുന്ന കാറിന്റെ ബൈക്കിന്റെ ലൈസൻസ് ഒക്കെയാണ് നമ്മൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് തന്നിട്ടുള്ളത്. അപ്പൊ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് റൺ ചെയ്യാന്ന് ചോദിച്ചിട്ടുള്ളത്
ട്രാൻസ്പോർട്ട് വെഹിക്കിൾസുകൾ റൺ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ ഒരു കേസ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡന്റ് അകത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഗവൺമെന്റിലേക്ക് സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് കൊടുത്തതാണ്, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതാണ്. അപ്പൊ ആ ഒരു പെറ്റീഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി LMB ലൈസൻസ് മാത്രമുള്ള ആളുകൾ, ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഡ്രൈവ് ചെയ്തിരിക്കുന്ന കാര്യം. അപ്പം സുപ്രീം കോർട്ട് ആ ഒരു കേസ് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നിലവിൽ ആ ഒരു കേസിന്റെ ജഡ്ജ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. LMB ലൈസൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്തോ കേട്ടോ. ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് ഒക്കെ വളരെ ചെറുതായിരിക്കും, UPSCക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും, കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്, ബട്ട് ആർക്കും അറിയാത്തതുമായിട്ടൊരു കാര്യമായിരിക്കും. UPSC അങ്ങനത്തെ ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കൂടുതലായിരിക്കും. എല്ലാവർക്കും ലൈസൻസിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഈസി ആക്കണമെന്നുണ്ടെങ്കിലും ഈസി ക്വസ്റ്റ്യൻസ് ബട്ട് ടഫ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത്തരം ആർട്ടിക്കിൾസ് എടുക്കാറുണ്ട്. UPSC ചരിത്രം അങ്ങനെ തന്നെയാണ് ഏകദേശം. ഓക്കെ, നെക്സ്റ്റ് WHO ഇൻവെസ്റ്റിഗേറ്റിംഗ് സസ്പെക്ടഡ് ന്യൂ പോളിയോ സ്ട്രെയിൻസ് ഇൻ മേഘാലയ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളിയോ ഡിറ്റക്റ്റഡ് ഉണ്ടായിരുന്നു മേഘാലയയിൽ. ഓറൽ വാക്സിൻസ്, പോളിയോ വാക്സിൻസ് നൽകിയ ശേഷം ഏകദേശം ഈ ഒരു വാക്സിൻസ് ഇൻഡ്യൂസർ ആയിട്ടുള്ള പോളിയോ സ്ട്രെയിൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ WHO അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സസ്പെക്റ്റഡ് ആയിട്ടുള്ള പോളിയോ വൈറസിനെ പറ്റി WHO സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് വൈറസ് അല്ലെങ്കിൽ ഈ ഒരു വാക്സിൻസ് നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു പോളിയോ വൈറസ് ഉണ്ടായതെന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പോളിയോ വൈറസിന്റെ ഒരു എക്സ്പെക്ടഡ് ഗ്രോത്ത് എങ്ങനെയാണ് 2014 കൂടി ഒരു പോളിയോ ഫ്രീ സ്റ്റേറ്റ് ആയിട്ടൊക്കെ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് സയൻസ് ആൻഡ് ടെക് ബേസിൽ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പെൻ സ്റ്റേറ്റ്സ് ടീം മേക്ക് എ ടൂൾ സ്മോൾ ഇനഫ് ടു എഡിറ്റ് പ്ലാന്റ് ജിനോംസ്. അപ്പൊ ക്രിസ്പർ കാസ്ന എന്ന് പറയുന്ന ടെക്നോളജി നമുക്ക് അറിയാം അല്ലേ, ജീൻ എഡിറ്റിങ്ങിന് ക്രിസ്പർ കാസ്ന ടെക്നോളജി, ക്രിസ്പർ കാസ്ന ക്രിസ്പർ Cas12 തുടങ്ങിയ ടെക്നോളജീസ്. അപ്പം ഇതിൻ്റെ അകത്ത് ICAR പുതിയൊരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഈ ഒരു ക്രിസ്പർ കാസ്നേക്കാട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള 35% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഓക്കെ, 35% എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇപ്പം നിലവിൽ യൂസ് ചെയ്തിട്ടുള്ളത്, നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ആ ടെക്നോളജി ഏതാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, IST-RA2-TNPB തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയൊരു പ്രോട്ടീനാണ്. അപ്പൊ ക്രിസ്പർ കാസ് എന്ന് വെച്ചാൽ ക്രിസ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂളാണ്, കാസ് എന്ന് വെച്ചാൽ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ DNA സീക്വൻസിങ്, അതായത് DNA നമ്മൾ എന്താണ് ചെയ്യുന്നത്, DNA കട്ട് ചെയ്തതിനു ശേഷം അവിടെ പുതിയൊരു, ഇപ്പം സാധാരണ വെച്ചാൽ ക്രിസ്പർ കാസ് ടെക്നോളജി നമുക്ക് അറിയാവുന്നതായിരിക്കുന്നു. സാധാരണ നോർമൽ DNA ആയിരിക്കും. ആ DNA ഡിഫക്റ്റഡ് ആയിരിക്കുന്ന ഏരിയാസിനെ നമ്മൾ ഈ ഒരു പ്രോട്ടീൻസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് മാറ്റിയതിനു ശേഷം അവിടെ പുതിയ DNA ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സാധാരണ എല്ലാ രോഗങ്ങൾക്കും കാരണം തന്നെ DNA ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. സോ ഇതാണ് ക്രിസ്പർ കാസ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. ദ സെയിം തിങ് ഇവിടെയും നമുക്ക് ഒരു പ്രോട്ടീൻ ആവശ്യമായിട്ടുണ്ട്. സോ ആ ഒരു പ്രോട്ടീനാണ് IST-RA2-TNPB എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഡൈനോകോക്കസ് റേഡിയോഡുറാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള വൈറസിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോട്ടീൻസ് നമ്മുടെ ക്രിസ്പർ കാസ്9 ഓർ Cas12 35.58% വരെ എഡിറ്റിംഗ് എഫിഷ്യൻസി വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാന്റിന്റെ സെല്ലുകൾ ഡൈക്കോട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്, മോണോകോട്സോ ഡൈക്കോട്സ് പ്ലാന്റിന്റെ സെല്ലുകൾ നോക്കുന്ന സമയത്ത് DNA വളരെ വളരെ ചെറുതാണ്. അപ്പൊ അത് ചെറുതായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കൂ. അപ്പൊ ക്രിസ്പർ കാസ്9 അഗ്രികൾച്ചറിൽ കൂടുതലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, ആനിമൽസിനും ഹ്യൂമൻസിനും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ഈ ഒരു ടെക്നോളജി, ഇത്തരം ജീൻ എഡിറ്റിംഗ് ടെക്നോളജീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് എന്തിനു ഉപയോഗിക്കാം, നമുക്ക് ഈ ഒരു ഹൈ ഈൽഡ് വെറൈറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഗ്രീൻ റവല്യൂഷൻ ടൈമിൽ. അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റിന്റെ ജീൻസ് എഡിറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു, അതായത് പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ പെസ്റ്റ് റിപ്പല്ലൻസും, അതുപോലെ തന്നെ എക്സ്ട്രീം ഡ്രോട്ട് കണ്ടീഷൻസ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രോപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആന്റി ന്യൂട്രിയൻ ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കുന്ന കരുതാം, അതിൽ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും, ആന്റി ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ആന്റി ന്യൂട്രിയൻസിനെ മാത്രം ഒഴിവാക്കിയിട്ട് ന്യൂട്രിയൻസിനെ മാത്രം
അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എസ്പെഷ്യലി വെച്ചാൽ ജീൻ എഡിറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഒരു ജീൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പ്ലാന്റിന് ജീൻ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ ലെവലിൽ എക്സ്ട്രീം ഡ്രോട്ട് കണ്ടീഷൻസിനൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാറ്റാം. സോ അതാണ് ഈ ഒരു ടെക്നോളജി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് വിസിൽസ് വെൻ ലൈറ്റ്നിങ് സ്ട്രൈക്സ് ആൻഡ് ദർ ഇസ് എ ന്യൂ മെലഡി. ഇതിൽ നോർമൽ കണ്ടീഷൻസിൽ നമുക്ക് ലൈറ്റ്നിങ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ലൈറ്റിംഗ് ഉണ്ടാവുന്നത്, ആ ലൈറ്റിങ്ങിന് എങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റോസ്ഫിയർ റെസിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. സോ നമുക്കറിയാം എർത്തിന് ഒരു മാഗ്നറ്റോസ്ഫിയർ ഉള്ള കാര്യം, ഒരു ഡോനറ്റ് ഷേപ്പിലുള്ള എർത്തിന്റെ മാഗ്നറ്റോസ്ഫിയർ. സോ ഈ ഒരു ഷേപ്പിൽ നിന്ന് ഇപ്പൊ നമുക്കൊരു ലൈറ്റിംഗ് ഉണ്ടാവും. ലൈറ്റിംഗ് എന്താണ് ബേസിക്കലി പറയുന്നത്? ലൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണൈസ് ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു അയണൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന റേഡിയേഷൻസ് ആണ്, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ലൈറ്റ് ആണ് നമുക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് തണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി മാത്രം ഒന്ന് സെർച്ച് ചെയ്യാം, വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ്. ബാക്കി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് മാഗ്നറ്റോസ്ഫിയർ എങ്ങനെയാണ് നമ്മുടെ ലൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആക്ച്വലി ലൈറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റോസ്ഫിയറിൽ നിന്ന് ലൈറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ മാഗ്നറ്റോസ്ഫിയർ ഹെൽപ്പ് ചെയ്തതിനു ശേഷമാണ് നമ്മളത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. അപ്പൊ അതിൽ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണം, നിങ്ങൾ ആകെ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് എന്താണെന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. മൂവിംഗ് ഓൺ ടു എഡിറ്റോറിയൽ പേജ്. ഈ ആർട്ടിക്കിൾ മോറൽ പ്രഷർ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കംപ്ലൈൻസ്. ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്, ബട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂസ്ഡ് ആവും. സോ അതുകൊണ്ട് ഇത് വായിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഓൾ ഓവർ ദ വേൾഡ് എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്റ്റേറ്റ്സിലും വാർ കൊണ്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് പല ഇന്റർനാഷണൽ ഇഷ്യൂസുകളെ കൊണ്ടുണ്ടാവുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടക്കുന്നു എന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ കേട്ടോ. ഒരു ജസ്റ്റ് ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ പോകുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ പവർ പ്ലേ. നമുക്കറിയാം സിക്കിമിൽ റീസെന്റ് ആയിട്ട് ലാൻഡ്സ്ലൈഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം വയനാട്ടിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിക്കിമിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗത്ത് T-5 ഹൈഡ്രോ പവർ പ്രൊജക്ട് നമ്മുടെ ന്യൂസുകളിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഓർത്തിരുന്നോളൂ, ഈ T-5 ഹൈഡ്രോ പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾക്ക് ഒരു പ്രിലിംസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പം സിക്കിമിലെ ഗാങ്ടോക്കിലാണ് ഈ ഒരു T-5 ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉള്ളത്. അതുപോലെ തന്നെ സിക്കിമിലെ ഈ ഒരു ടീസ്ത റിവർ, ഈ റിവറിനെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നിന്ന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ടീസ്ത റിവറിനെ പറ്റിയിട്ടും നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിനെ പറ്റിയിട്ടും ടീസ്ത റിവറിലേക്ക് വരുന്ന ഗ്ലേസിയറിന്റെ പേര് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന പിന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ടീസ്തയിൽ നടക്കുന്ന പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്. ഓക്കെ, ടീസ്തയിൽ ഏത് തരത്തിലുള്ള ഡാമുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 47 പവർ പ്രൊജക്ട്സുകളാണ് ടീസ്തയിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീസ്ത റിവറിൽ. ഓക്കെ, അപ്പൊ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം നോക്കേണ്ട ഒരേ ഒരു കാര്യം, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ടീസ്ത റിവറും ഗ്ലേസിയറും അതുപോലെ തന്നെ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻസും ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യയിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ കപ്പാസിറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആഫ്റ്റർ മാനിഫെസ്റ്റോ മൂവ്മെന്റ് ബഡ്ജറ്ററി ഡിസപ്പോയിന്റ്മെന്റ്. ഇതിൽ പറഞ്ഞ കാര്യം LGBTQI+, അല്ലെ ഞങ്ങൾ പറയാറുള്ളത്. അപ്പം അവർക്ക് നൽകിയിരിക്കുന്ന ബഡ്ജറ്ററി അലോക്കേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം LGBTQ+ കമ്മ്യൂണിറ്റിക്ക് ഇവൻതോ മോർ ഫണ്ടിങ് നൽകുന്നുണ്ടെങ്കിൽ പോലും, കാരണം കഴിഞ്ഞ വർഷത്തെ ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് 52.91 crores ആണ് അവരുടെ ഫണ്ടിങ്. ഫിസ്ക്കൽ ഇയർ 2024 68.46 കോടിയിൽ നിന്ന് ഫിസ്ക്കൽ 2025 വരുന്ന സമയത്ത് 68 ഇൻക്രീസ് ചെയ്തു. 52 നിന്ന് 68 ഇൻക്രീസ് ചെയ്തു. ഇവൻ തോ ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആക്ച്വൽ എക്സ്പെൻഡിച്ചേഴ്സ് ഏകദേശം 22 crores വരെ കിട്ടും. അതായത് ഇവർക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് പാക്കേജ് ഇവർക്ക് നൽകുന്നില്ല എന്നാണ് ഈ ആർട്ടിക്കിൾസ് നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം അത്, കാരണം ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇന്ത്യയിൽ സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഒരുപാട് തരത്തിലുള്ള ഗരീം ഗ്രഹാസ് ഉണ്ട്. ഓക്കെ, ഗരീമ ഗ്രഹാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബേസിക്കലി LGBTQ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോംസുകളാണ്. അപ്പം പല ഇന്ത്യയിൽ ഉടനീളമുള്ള ഈ
ഗരീബ ഗ്രഹാസ് ഒക്കെ ഒരുപാട് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, ലാക്ക് ഓഫ് ഫണ്ടിങ് ലഭിക്കാത്തതുകൊണ്ട്. ഓക്കെ, പിന്നീട് പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ഇവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പം എയ്ഡ്സ് ക്യൂറിങ്ങിന് ആവശ്യമായിട്ടുള്ള അലോക്കേഷൻസ് എന്നുള്ളത് ഏകദേശം 3000 crores ആണ്. ബട്ട് ആ 3000 crores ഫിസിക്കൽ ഇയർ 2024 നൽകിയത് 2025 എത്തിയ സമയത്ത് നമ്മളത് കുറച്ചു, 2800 കോടി വരെയാക്കി കുറച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു NACO എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പാറ്റിംഗ് HIV, എയ്ഡ്സ്, അതുപോലെ തന്നെ SIT, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഓക്കെ, എസ്പെഷ്യലി അത് LGBTQ ടീമിന്റെ ഇടയിലാണ്, ഈ പബ്ലിക് ഹെൽത്തിനെയും അതുപോലെ തന്നെ ഇവൻ തോ ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെങ്കിൽ 2.4 മില്യൺസ് പീപ്പിൾസിന് HIV ബാധിതരാണ്. അതിൽ തന്നെ ഏകദേശം 90,000 ആളുകൾക്ക് അവർ ട്രീറ്റ്മെന്റ് ലിങ്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 500,000 ആളുകൾക്ക് എന്തറിയില്ല, അവർ ഇൻഫെക്റ്റഡ് ആണെന്ന് പോലും അവർക്ക് അറിയില്ല. സോ ഇതാണ് നിലവിൽ ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ. അപ്പം കൂടുതലും LGBTQ കാറ്റഗറിനെ പറ്റിയാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ അവർക്കുള്ള ഒരു ഡിനയൽ ഓഫ് റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് അവർക്ക് വ്യക്തമായുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. കാരണം ബഡ്ജറ്റ് അലോക്കേഷൻ അവർക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയിൽ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ LGBTQ എന്നുള്ള ഈ ഒരു സെക്ഷൻ എപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു മെന്റാലിറ്റിയാണ് കാണാറുള്ളത് സൊസൈറ്റിയുടെ. അപ്പം അതിനാവശ്യമായിട്ടുള്ള ബഡ്ജറ്ററി അലോക്കേഷൻ സൊസൈറ്റി ഓൾറെഡി അവരുടെ റൈറ്റ്സ് ഡിനൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റും കൂടി ഈ ബഡ്ജറ്റിലൂടെ അവരുടെ ആക്സസ് അല്ലെങ്കിൽ അവർക്കുള്ള ഫണ്ടിങ് കൂടി ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യപ്പെടില്ല എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ പാർലമെന്റിൽ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഒപ്പോസിഷൻ പാർട്ടി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഗവൺമെന്റുകൾ ഇപ്പം നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ 2020 ഈ ഒരു ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കേട്ടോ. മഹാരാഷ്ട്രയിൽ ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാടിൽ LGBTQ+ പോളിസി 2024 ഉണ്ടായിരുന്നു. അപ്പം ഇവൻ തോ അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് മറ്റ് ശൈലികൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഈ മഹാരാഷ്ട്ര, തമിഴ്നാട് ഗവൺമെന്റിന്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ്സും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ അതാണ് ആ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇമ്പോർട്ട്സ് വീക്കൻ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസിൽ ഇമ്പോർട്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് ഇമ്പോർട്ട് ഇൻ ബേസിക് സെൻസിൽ നമ്മൾ എന്ത് കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെ. നമ്മൾ കുറെ സ്റ്റീല് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ ബാധിക്കണം. കാരണം അവരുടെ ചീപ്പ് റേറ്റിനാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ സെയിം തിങ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ കൂടുതലും നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ വീക്കൻ ചെയ്ത് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം 120 മെഡിസിൻസിന് ഗ്ലോബൽ ടെൻഡേഴ്സ് നൽകിയിട്ടുണ്ട്. ഓക്കെ, യൂണിയൻ ഗവൺമെന്റ് സ്കീം വഴി ഏകദേശം 120 മെഡിസിൻസിന് ഗ്ലോബൽ ടെൻഡേഴ്സ്, അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൻ തോ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ആന്റി ഡയബറ്റിക്സ് അല്ലെങ്കിൽ ആന്റി ക്യാൻസർ ഡ്രഗ്സ് തുടങ്ങിയിരിക്കുന്ന വലിയ വലിയ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇമ്പോർട്ട് ചെയ്തോ എന്ന ലെവലിലാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ഇത് ഗ്രോത്ത് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ലെവലിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ ഈ ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചേഴ്സ് എന്താണെന്ന് കാര്യങ്ങൾ നോക്കാം. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ചിലവ് കൂടുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ 100 രൂപയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, എനിക്ക് അവിടെ ചിലവ് വരുന്നത് 150 രൂപയാണ്. ഇവിടെ എത്രയാണ് എൻ്റെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്? 50 rupees. ഓക്കെ, സോ 100 rupees ആണ് എൻ്റെ റവന്യൂ എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടേഴ്സിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ ഈ ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചേഴ്സ്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് പോളിസികളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം 47% ആണ് ഇന്ത്യയുടെ ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ പിന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റന്റ് ആക്ട് ഉണ്ട്. അപ്പം ചില രാജ്യങ്ങൾ COVID-19 സിറ്റുവേഷൻസിൽ നമ്മുടെ കമ്പൽസറി ലൈസൻസിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കമ്പൽസറി ലൈസൻസിങ് മീൻസ് ചില രാജ്യങ്ങൾ പാറ്റന്റ് എടുത്തിരിക്കുന്ന അതേ മെഡിസിൻസ് ജനറിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പൽസറി ലൈസൻസ് ഉപയോഗിക്കാം. ഒരു രാജ്യം എടുത്തിരിക്കുന്ന ലൈസൻസ്, ഒരു പ്രൊഡക്റ്റിന് എടുത്തിരിക്കുന്ന ലൈസൻസ് ആ ഒരു പാറ്റന്റ് ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് കമ്പൽസറി ലൈസൻസിങ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, WTO ഒക്കെ ഇഷ്യൂ കൊടുക്കുന്നത്. അപ്പൊ കമ്പൽസറി ലൈസൻസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു
മരുന്നുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ ഫോർമുലാസും ഉപയോഗിച്ചിട്ട് നമുക്ക് ജനറിക് ആയിട്ട് വളരെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ പാറ്റന്റ് ആക്ടിന്റെ സെക്ഷൻ 83 പറഞ്ഞിട്ടുള്ളത് കമ്പൽസറി ലൈസൻസിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പൽസറി ലൈസൻസിങ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആൻഡ് റീസണബിൾ പ്രൈസിൽ നമുക്ക് എന്ത് മേക്ക് ചെയ്യാൻ പറ്റും, പ്രൊഡക്ട്സ് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾസും ഒന്ന് വായിച്ചു കേട്ടോ. ഈ ആർട്ടിക്കിൾസും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ആർട്ടിക്കിളാണ്. ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ന്യൂസ് പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഇതിൽ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്ന പരിപാടി. കാരണം നമ്മൾ ഇമ്പോർട്ടിനെ കൂടുതൽ റിലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ചായിട്ടുള്ളൊരു ഗ്രോത്തും നടക്കാറില്ല. Then there are 8 crore new job created in the 3 years. ഇവിടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞ കാര്യം നമ്മുടെ 8 കോടി ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ജോബ് ഒന്നും ഇവിടെ ക്രിയേറ്റ് ആയിട്ടില്ല. ഇവിടെ ഡിസ്ക്രിപ്പൻസി ആണ്, അതായത് റിപ്പോർട്ടിന്റെ അകത്തുള്ള ഡിസ്ക്രിപ്പൻസീസിനെ പറ്റിയാണ് പറയുന്നത്. കാരണം RBI പുറത്തുവിട്ടിരിക്കുന്ന KLEM എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാറ്റാ ബേസ് വെച്ചിട്ടാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇത്രത്തോളം ഏകദേശം 80 crores എന്തുണ്ടാക്കിയിട്ടുണ്ട്, ജോബ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. അതിൽ നോക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് നമ്മൾ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻസിനും അതുപോലെ തന്നെ EPFO നിന്ന് എടുത്തിരിക്കുന്ന ഡാറ്റാസ് ആണ്. ഇതിൽ നിന്ന് ഡയറക്ട്ലി ആണ് ഈ ഒരു ഡാറ്റാസ് എടുത്തിരിക്കുന്ന KLEM സ്കീം പ്രകാരം എന്ത് മേക്കിയിട്ടുള്ളത്, RBI ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ RBIയുടെ ഈ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇത്രത്തോളം ജോബ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ബട്ട് ആ ഒരു റിപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജോബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തോ അഗ്രി സെക്ടറിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന വുമൺ, അതായത് അൺപെയ്ഡ് ആയിട്ടുള്ളതാണ്, സ്വന്തമായിട്ട് പാടത്ത് പണിയെടുക്കുന്ന ഒരു സ്ത്രീ എന്ന് കരുതുക. ഓക്കെ, ആ കുടുംബത്തിന് വേണ്ടി അൺപെയ്ഡ് ആയിട്ടുള്ള ജോബാണ്. ഇവൻ തോ ആ ജോബിൽ വരുന്ന ആളുകളെ പോലും ഈ ഒരു ഡാറ്റാ ബേസിൽ എന്താക്കി മാറ്റി, ഒരു പെയ്ഡ് വർക്കേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ആക്ച്വൽ ജോബ് ക്രിയേഷൻസ് ഇവിടെ നടന്നിട്ടില്ല. ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് വെച്ചുള്ള ഡിസ്ക്രിപ്പൻസി മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനെ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഒരിക്കലും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾസിലും ജോബ് ക്രിയേഷൻ നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു 3-4 ദിവസമായിട്ട് ഈ ജോബ് ക്രിയേഷൻ ആണ്. അപ്പം അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും റിപ്പോർട്ടിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്പൻസി ആണ് എന്ത് കൂടുന്നത്, ഈ പല പൊളിറ്റിക്കൽ പാർട്ടീസും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല ബ്യൂറോക്രാസിയും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം ഇതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ വെച്ച് വേണം പറയാം. റീസെന്റ് ആയിട്ടുള്ള RBI റിപ്പോർട്ടിൽ നടന്നിരിക്കുന്ന ഡിസ്ക്രിപ്പൻസി എന്താണ്, ആരെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു, ആരെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തു. റിപ്പോർട്ട് ആക്ച്വലി ഇൻഫ്ലേറ്ററി ആണ്, ദാറ്റ് മീൻസ് എക്സാജറേറ്റ് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ കോർപ്പറേറ്റ് ബിസിനസ് സെക്ടേഴ്സ് എന്നാണ്. ദാറ്റ് മീൻസ് എക്കണോമിയിൽ നിന്നാണ്. കോർപ്പറേറ്റ് ഹയറിംഗ് സ്ലിഡ് സ്റ്റീപ്ലി ഇൻ ഫിസിക്കൽ ഇയർ 24. ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഈ ജോബ് ഗ്രോത്ത് 5.7% ഫിസിക്കൽ ഇയർ 2023 നമുക്ക് 5.7% ജോബ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ തവണ 1.5% മാത്രമേ ജോബ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022-23 എന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ലോവർ ബേസ് ആയിരുന്നു. ദാറ്റ് മീൻസ് ബേസ് പോയിന്റ് ഉണ്ട്. അതായത് എക്കണോമിയിൽ നമ്മുടെ വേജ് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ബേസ് പോയിന്റിന് ബേസ് ചെയ്തിട്ടാണ് RBI നിശ്ചയിക്കുന്ന ബേസ് പോയിന്റ്. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ. ഇൻഫ്ലേഷൻ ബേസിക്കലി ബേസ് പോയിന്റ്. ഇപ്പൊ 250 ബേസ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു, 500 ബേസ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തായാലും എക്കണോമിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് ബേസ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പം ഈ കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഹയർ ടാക്സ് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, ആ ഒരു ബേസ് പോയിന്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേസ് പോയിന്റ് റെഡ്യൂസ് ചെയ്ത സമയത്ത് എക്കണോമിയിൽ മാക്സിമം, അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കിട്ടും എങ്ങനെയാണ്, സോ സെയിം സിസ്റ്റം ആണ്. എക്കണോമിയിൽ ബേസ് പോയിന്റുകൾ കുറച്ച സമയത്ത് മാക്സിമം ജോബ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഫുൾ സ്കെയിൽ COVID-19 ശേഷം ഒരു ഫുൾ സ്കെയിലിൽ എക്കണോമി സ്വിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാലഘട്ടമാണ് 2023-24 കാലഘട്ടത്തിലാണ് ഒരു ഫുൾ സ്വിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കോവിഡിന്റെ പറ്റിയുള്ള എഫക്റ്റ് ഒക്കെ എല്ലായിടത്തും നിന്ന് മാറി തുടങ്ങി. അപ്പം എന്നിരുന്നാൽ പോലും ഈ ഒരു ജോബ് ഗ്രോത്ത് ഇവിടെ കുറവാണ്. അപ്പം ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു, ആ സമയത്ത്
ബേസ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു. ബേസ് പോയിന്റ് ഇൻക്രീസ് സമയത്ത് ഓട്ടോമാറ്റിക്കലി കമ്പനികളൊന്നും ഹയർ ചെയ്യാതെയായി, ജോബ് ഗ്രോത്ത് നമുക്കിവിടെ കുറഞ്ഞു. അപ്പൊ ജോബ് ഗ്രോത്ത് കൂടുതലും കുറഞ്ഞിരിക്കുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലോജിസ്റ്റിക്സിലാണ് 12% ഈ ജോബ് ഗ്രോത്ത് ഇവിടെ കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് റീറ്റെയിൽ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ 90.4% ഇൻക്രീസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി സെൽഫ് ബിസിനസ്സിലേക്കാണ് കൂടുതൽ ഫോക്കസ്. അപ്പൊ റീറ്റെയിൽ സെക്ടേഴ്സിന്റെ അകത്തേക്ക് 19.4% ജോബ് ഗ്രോത്തും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം വളരെ ചെറിയ ആർട്ടിക്കിളാണ്, ബട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ജോബ് ഗ്രോത്ത് ഉണ്ടായിരുന്നത്, എന്താണ് ബേസ് പോയിന്റും ഈ ജോബ് ഗ്രോത്തും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിരുന്ന കാര്യങ്ങൾ. എക്കണോമി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ എക്കണോമി. ഓക്കെ, ദെൻ സെയിം ജോബുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു ആർട്ടിക്കിളാണ് ലാക്ക് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ബീഹാർ പുഷ് യൂത്ത് ടു വെയിറ്റ് ഫോർ ഗവൺമെന്റ് ജോബ്സ്. ദ സെയിം തിങ് ഇൻഡസ്ട്രിയിൽ. അപ്പം ബീഹാറിൽ ഇൻഡസ്ട്രീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻഡസ്ട്രീസ് കുറയുന്നതനുസരിച്ചിട്ട് തന്നെ എന്താണ് കൂടുതലും ഗവൺമെന്റ് സെക്ടേഴ്സിലേക്കുള്ള പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, UPSC SSC തുടങ്ങിയിരിക്കുന്ന ജോബിലേക്ക് ഈ യുവാക്കൾ കൂടുതലും വരാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് SSC സെലക്ഷനിലേക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിനേഷൻ നടന്ന സമയത്ത് ഒരുപാട് പേര് നോട്ടിഫൈ ചെയ്തിരിക്കുന്നതിനെക്കാട്ടും 10 ഇരട്ടിയോളം ആളുകൾ എക്സാം അറ്റൻഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജോബ് അവിടെ വളരെ കുറവാണ്. അപ്പൊ ബീഹാറിന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആവാൻ സാധ്യത എന്താ നോക്കിയ സമയത്ത് അവിടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഓൾറെഡി ഉള്ള ഇൻഡസ്ട്രീസ് അല്ലാതെ പുതിയ ഇൻഡസ്ട്രീസ് ഒന്നും ബീഹാർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നാണ് മറ്റുള്ളത്. ഓക്കെ, അപ്പൊ ലാക്ക് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. കാരണം ബീഹാറിൽ കൂടുതൽ ഫോക്കസ് ഒന്നുകിൽ ഇൻഡസ്ട്രി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ്സ്. ഇവിടെ അഗ്രികൾച്ചർ സെക്ടർ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഇനി വരുന്ന ഒരേ ഒരു സെക്ടർ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ ഓൾറെഡി സ്റ്റാഗ്നന്റ് ആണ്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡസ്ട്രീസിൽ ഓൾറെഡി കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണ്. പിന്നീട് അവരേക്ക് ഫോക്കസ് ചെയ്യണം. പിന്നീട് കൂടുതലും ഗവൺമെന്റ് ജോബ്സിലേക്കാണ് ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ സെൽഫ് എംപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെയാണ്. സെൽഫ് എംപ്ലോയ്മെന്റും അതുപോലെ തന്നെ എന്റർപ്രണർഷിപ്പ് ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, അതാണ് അതിന്റെ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ജോബ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോബ് ക്രിയേഷന്റെ പല എക്സാമ്പിൾസ് നിങ്ങൾക്ക് പല ഏരിയാസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ചൈന ഓപ്പൺ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു EU's ഡയറി എക്സ്പോർട്സ് ആസ് ട്രേഡ് ടെൻഷൻ ഫ്ലാഷ്. അപ്പൊ ഇത് ചൈനയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു ട്രേഡ് ഡിസ്പ്യൂട്ട് ആണ്. ഇവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൺട്രീസ് A, B എന്ന് പറഞ്ഞിരിക്കുന്ന 2 കൺട്രീസ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പൊ A എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രീസ് ഒരു പ്രൊഡക്റ്റ് ഇങ്ങോട്ടേക്ക് വിൽക്കുന്നു, ഒരു 100 റുപ്പീസിന് പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ A എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കൺട്രിയിൽ നിന്ന് തന്നെ ഗവൺമെന്റ് എന്ത് നൽകുന്നു, ഒരു 10 രൂപ സബ്സിഡി നൽകുന്നു. ഓക്കെ, ഈ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതേ പ്രൊഡക്റ്റ് X എന്ന് പറഞ്ഞിരിക്കുന്ന സെയിം പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 90 രൂപക്ക് ഈ ഒരു B എന്ന കൺട്രിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി B എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രിയിൽ ഈ സെയിം X എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് അവർ സെൽഫ് ആയിട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവര് 100 റുപ്പീസിനാണ് അവരെന്ത് മാനുഫാക്ചർ ചെയ്ത് അവര് മാർക്കറ്റിൽ വിൽക്കുന്നത്. അപ്പൊ 90 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിലേക്ക് 90 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റും 100 റുപ്പീസിന് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും 90 രൂപയുടെ ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റും വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തതിനായിരിക്കും, 90 രൂപയുടെ പ്രൊഡക്റ്റിനായിരിക്കും അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ ഈ A എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗവൺമെന്റ് സബ്സിഡി കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഈ റേറ്റ് കുറക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് എക്കണോമിയുടെ വരുന്ന ട്രേഡ് റിലേഷൻസിൽ വരുന്ന റിലേഷൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ ചൈനയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഇഷ്യൂസുകൾ ഇത്ര മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കൂടുതലും ഡയറി പ്രൊഡക്ട്സ് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്തു, ഈ ഡയറി പ്രൊഡക്ട്സിന് കൂടുതൽ സബ്സിഡികൾ നൽകിയ സമയത്ത് ചൈനയിൽ തന്നെയുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിന് ഇഷ്യൂ സംഭവിച്ചു. ദ സെയിം തിങ് നടന്ന എപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിന് ചൈന കൂടുതൽ സബ്സിഡി കൊടുക്കുന്നു. അപ്പൊ ചൈനയ്ക്ക് ചീപ്പായിട്ട് എന്ത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു, അവരുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആക്ച്വലി ആന്റി ഡംപിങ് ഡ്യൂട്ടി, കാരണം ട്രേഡ് റിലേഷൻ എന്ന് ബേസിക്കലി പറയുന്ന ഈ ഒറ്റ കാര്യമാണ്. ഇതാണ് ആക്ച്വൽ ട്രേഡ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പം നടന്നിരിക്കുന്ന ചൈന യൂറോപ്യൻ യൂണിയൻ ആണ്. ബട്ട് ഈ റിലേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരു രാജ്യം സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മറ്റു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് ശരിക്കും WTO അണ്ടറിലേക്കാണ് ഈ ഒരു കേസ് പോകുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കൊടുക്കാൻ പാടില്ല, എന്താണ് ഈ ഒരു സബ്സിഡികളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് പറയും. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഈ ഇഷ്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് സബ്സിഡി കൊടുക്കുന്നത് ഇവൻതോ ചൈന മറ്റു രാജ്യങ്ങൾക്കൊക്കെ WTO കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ സബ്സിഡി കുറച്ചതുകൊണ്ടാണ്. ഇവൻതോ നമ്മുടെ ഓൺ ഡൊമസ്റ്റിക് കാര്യങ്ങളാണ്. അതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്റർനാഷണൽ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് രാജ്യങ്ങൾ എന്ത് പറയുന്നു അത് കേട്ടിരിക്കണം.
ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് സബ്സിഡി തന്നിരാന്നറിയാം. സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്ട്സുകൾ പുറത്തേക്ക് പോകില്ല, നമുക്ക് ഫോറിൻ മണി ഇങ്ങോട്ടേക്ക് ലഭിക്കില്ല. ഫോറിൻ മണി വന്നില്ലെങ്കിൽ പ്രശ്നം എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ കൂടും. ഓക്കെ, എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കുരുക്ക് പോലെയാണ്. ഒരു കാര്യം അയച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കണക്ട് ചെയ്ത് വരാൻ പറ്റും എക്കണോമി പെർസ്പെക്റ്റീവ് നോക്കാൻ സമയത്ത്. ഓക്കെ, അത്രയുമാണ് നമുക്ക് ഇന്നത്തെ ന്യൂസിൽ നോക്കാനുള്ളത്. മെയിൻ ആയിട്ടുള്ള ഏകദേശം എല്ലാ ന്യൂസുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് തന്നെയുള്ള ന്യൂസുകളാണ്, ജസ്റ്റ് ഒരു അപ്ഡേഷൻ മാത്രമാണ്. ഓക്കെ, എനിവേ ഏകദേശം എല്ലാം മനസ്സിലായിരിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു ന്യൂസ് അനാലിസിൽ കാണാം. നമുക്ക് ഏകദേശം 9:30 തന്നെയായിരിക്കും തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്ഡേറ്റ്സ് ഞാൻ ജസ്റ്റ് സാറിനെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞുതരാം. എനിവേ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.